Hi guys, welcome to SJL Vlogs. After a long time, നമ്മൾ ഇന്ന് വീണ്ടും ഡാൻസിന്റെ ട്യൂട്ടോറിയൽ ഇടാൻ പോവാണ്. അത്ര വലിയ ഡാൻസ് സ്റ്റെപ്സ് ഒന്നല്ല, 3 ബേസിക് സ്റ്റെപ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബേസിക് എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അത് ബേസിക് ആയിട്ട് തോന്നിക്കുന്നത്, അത് പഠിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ്സ് ബേസിക്. അപ്പോൾ ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം. ഈ 3 സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കുറെ നമ്മൾ സ്റ്റെപ്സ് പഠിച്ച പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ഹാർഡ് സ്പീഡായിട്ടുള്ള ബീറ്റിൽ കളിക്കാൻ പറ്റിയ 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഈ ചാനലിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാൻസ് ട്യൂട്ടോറിയൽ പ്ലസ് നമ്മൾ ട്രാവൽ വ്ലോഗ്സ് ആണ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്താ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണ് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ സെക്ഷൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് 3 ബേസിക് സ്റ്റെപ്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ട്യൂട്ടോറിയൽ ടൈപ്പ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന് മുന്നേ ഒരു 3-4 വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. സോ അതും ഫുൾ ബോഡി ഇങ്ങനെ ഫുൾ കാണിച്ചിട്ടില്ല, ലെഗ് ആണ് കാണിച്ചിട്ടത്. സോ ലെഗ് വെച്ചിട്ടാണ് എല്ലാം ട്യൂട്ടോറിയൽസ് ഫുള്ളി ലെഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബേസിക് സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു സ്റ്റെപ്സ് നമുക്ക് ഏത് മ്യൂസിക്കിൽ വേണമെങ്കിലും ഏത് ഫാസ്റ്റ് മ്യൂസിക്കിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആസ് എ ബീറ്റിനനുസരിച്ച് അത് ഫാസ്റ്റ് കൂട്ടിയിട്ട് ഫാസ്റ്റ് കുറച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ 3 ബേസിക് സ്റ്റെപ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ട്യൂട്ടോറിയലിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പാണ്. നോർമലി എല്ലാ ഹിപ്ഹോപ്പ് ബോയ്സ് ഒക്കെ പോപ്പിംഗ് ബോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇത് നമുക്ക് സ്പീഡിനനുസരിച്ച് നമ്മുടെ എന്താ പറയുക, ഈ സ്റ്റെപ്പിനെ യൂസ് ചെയ്യാം. സ്ലോ വേർഷനിലാണ് സ്ലോ ടാക്ക് 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 ടാക്ക്. ഓക്കെ, ഇപ്പൊ തന്നെ സ്പീഡ് വേർഷനാണ് അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ബേസിക് സ്റ്റെപ്പാണ്. ഇത് കുറെ പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്. ബിഗിനേഴ്സ് ആയിട്ട് ഡാൻസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഓക്കെ, സോ ഇതൊന്നുമില്ല, സിമ്പിൾ ആണ്. ഏതാ സ്റ്റെപ്പാണ്, മീൻസ് 90s സ്റ്റെപ്പാണ്, ഹിപ്ഹോപ്പ് യൂസ് ചെയ്ത സ്റ്റെപ്പാണ് അത്. സോ അതെങ്ങനെ ചെയ്യാന്ന് ഞാൻ ജസ്റ്റ് സ്ലോ മോഡിൽ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒന്നുമില്ല. ഫസ്റ്റ് നമ്മള് ടക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിലേക്ക് ഒരു ചാട്ടം, ഈ ലെഗ് ബാക്കിലേക്ക് ഒരു ചാട്ടം. ഫസ്റ്റ് നമ്മളിങ്ങനെ ഫ്രണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ടക്ക് ഇത് ചെയ്തത് ഫസ്റ്റ് നമ്മൾ ടക്ക് ടക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ടക്ക് ഒരു ചാട്ടം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഓക്കെ, അതാണ് സ്റ്റെപ്പ് വരുന്നത്. സി 1 2 3 4 5 6 7 8 ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ റെഗുലർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ലോ 1 2 3 4 ഓട്ടോമാറ്റിക്. പിന്നെ നമ്മൾ ഈ 1 2 3 4 ഓട്ടോമാറ്റിക് അതൊരു എന്താ പറയുക, സർക്കുലർ സൈക്ലിംഗ് പോലെ നമുക്ക് ആ സ്റ്റെപ്പ് മാറിയിട്ടിരിക്കും. 1 2 3 4 5 6 7 8 ഫാസ്റ്റ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാണ്. സോ ഞാൻ ആദ്യം എന്ന് പറയുന്നില്ല, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബദ്രിനാഥിൽ അല്ലു അർജുൻ ഇട്ടിട്ടുണ്ട്, ബാങ്കില് ഋത്തിക് റോഷൻ ഇട്ടിട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറെ നടന്മാരിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ്. ഓക്കെ, ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമുക്ക് ഇനി ട്യൂട്ടോറിയൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. സിമ്പിൾ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇത് പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആണ്. ബട്ട് കാണുമ്പോൾ ഇത് എന്തൊരു സംഭവം അങ്ങനെ നമുക്ക് തോന്നും. എങ്കിലും ഇത് ഏറ്റവും ബേസിക്കലി വേഗം പഠിക്കാൻ പറ്റിയ സ്റ്റെപ്പാണ്. ഇവിടെ ഒരു ചാട്ടം. ഓക്കെ, അത് 1, അതിൻ്റെ ഇവിടെ ഒരു ചാട്ടം, അതിൻ്റെ 2, ഇവിടെ ഒരു ചാട്ടം, 3, ഇവിടെ ഒരു ചാട്ടം, 4. ഈ ഒരു വൈഡ് ചാട്ടം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത്ര വൈഡ് ആവില്ല. ഓക്കെ, നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് കണ്ടിന്യൂസ്ലി ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു ഫ്രീക്വന്റ് നല്ലൊരു ഭംഗിയിൽ പോകും. ഓക്കെ, അപ്പൊ അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കാര്യം ഇങ്ങനെയാണ്. 1 2 3 4 5 അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് 1 2 അതിൻ്റെ അത് ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് 3ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഇന്നത്തെ സെക്ഷനിൽ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് അല്ലെ സിമ്പിൾ സ്ലൈഡ് മൂന്ന് നോക്കുന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു വേരിയന്റ് ആണ്. ആ സംഭവമല്ല ഞാൻ അപ്പൊ കാണിച്ച സംഭവമല്ല. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് വരുന്നത്.
ഈ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞ ഈ 3 സ്റ്റെപ്സ് ഉണ്ടല്ലോ, നമുക്ക് ഓരോ അതേ സ്റ്റെപ്സിന്റെ ചെറിയ ചെറിയ വേരിയൻസ് കാണാം നമുക്ക് കുറെ ഇതിൽ. അപ്പോൾ ഈ സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടെങ്കിൽ അപ്പൊ ആ വേറെ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാൻ കുറച്ചുകൂടി ഈസി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതേ സാധനം ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് ഓട്ടോമാറ്റിക് ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലേക്കാണ് ഇടം വെക്കുന്നത് സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം ഇതിന്റെ വേരിയൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈസി ആവും, നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ടക്ക്. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഈ ഫുട്ട് ഇങ്ങനെ വെച്ചു. രണ്ടാമത്തേത് ബാക്കിലേക്ക് പോകുമ്പോൾ ഈ കാല് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അതുപോലെ ഇങ്ങനെ 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 ഇത് മൂവ്മെന്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഈ ലെഗല്ല ജസ്റ്റ് ഈ ലെഗ് മാത്രം ഫോക്കസ് ചെയ്യുക, കാരണം ഈ ലെഗ് ഇതിന് മുന്നിലേക്കും ബാക്കിലേക്കും ഇങ്ങനെ വെറുതെ പോയിക്കൊള്ളു. നമ്മുടെ മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ലെഗിലാണ് ഫുൾ മോഷൻ വരുന്നത്. ലെഫ്റ്റ് ലെഗില് നമ്മൾ ഇങ്ങനെ 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 ജസ്റ്റ് മൂവ് ഓൺ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്ക് അറിയില്ല, ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പ്രാക്ടീസ് ഇങ്ങനെ ചിലപ്പോൾ ചെയ്താൽ നമുക്ക് കിട്ടണമെന്നില്ല. ജസ്റ്റ് ഫസ്റ്റ് ഫുട്ട് ഫ്രണ്ടിലേക്ക് ഒന്ന് പൊക്കി പിടിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ വീണ്ടും വരിക, വീണ്ടും ജസ്റ്റ് അത് പൊക്കി പിടിക്കുക, ഇങ്ങനെ ബാക്കിലേക്ക് ഫ്രണ്ടിലേക്ക് ജസ്റ്റ് എയറിൽ പൊക്കി പിടിച്ചതിന് ശേഷം ഓക്കെ. ഇത് നമ്മുടെ ഈ ഒരു മോഷൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഫുട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഫ്രണ്ട് ബാക്ക് അത്രയും വെച്ച് കൊടുക്കുക. നമ്മൾ ഈ മോഷൻ കൊടുക്കുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ സ്റ്റെപ്പ് പറഞ്ഞത്. ഈ സ്റ്റെപ്പിന്റെ കുറെ വേരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ വേരിയൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കുറെ ഇങ്ങനെ ഇത് ആ ഒരു സ്റ്റെപ്പിന്റെ വേരിയൻസ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ സ്റ്റെപ്പിന്റെ ഞാൻ വേറെ വേരിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നേരത്തെ ഇങ്ങനെയാണല്ലോ ചെയ്തത്, അതേ സംഭവം നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് സി അത് നമ്മൾ ജസ്റ്റ് ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നല്ല രസം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ട്യൂട്ടർ നമ്മൾ ഇങ്ങനെ കണ്ട ഇതേ സംഭവം നമ്മൾ വീണ്ടും അതായത് നമ്മൾ ആദ്യം ഫ്രണ്ട് ബാക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേ സംഭവം ഇവിടെ സൈഡ് ലെഫ്റ്റ് റൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മള് ജസ്റ്റ് ഹാൻഡ് മൂവ്മെന്റ്സ് ഇടാം. നമുക്ക് ഇഷ്ടം പോലെ മൂവ്മെന്റ്സ് ഇടാം. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല, അത് തന്നെയാണ് കളിക്കാൻ പറ്റുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ മൂവ്മെന്റ്സ് നമ്മളെ നല്ല ഇഷ്ടപ്പെടണം, ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ഒരു നല്ല ഡാൻസർ ആവുക. നമ്മളെല്ലാവരും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊട്ട ഡാൻസേഴ്സ് അവൻ്റെ ഡാൻസ് കളിക്കാറില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. എല്ലാവരും ഡാൻസേഴ്സാണ് ഇവിടെ എല്ലാവരും. സോ അവര് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ അത്ര വലിയ ഡാൻസർ ഒന്നുമില്ല. സോ ഞാനൊരു സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് ഒരു വെറൈറ്റി സ്റ്റെപ്പായിട്ട് കുറെ ആൾക്കാർക്ക് തോന്നി. 1,00,000 ഒരു 90% ആൾക്കാർക്ക് അത് എന്താ പറയാ ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സ്റ്റെപ്പ് ഹിറ്റായി, അവൻ വലിയ ഡാൻസറുമായി. ഓക്കെ, അല്ലാത്ത പക്ഷം ഇതേ സംഭവം ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടായിരിക്കും വേറൊരു ഡാൻസർ കൂടി സ്റ്റെപ്പ് ഉണ്ടാകും. ബട്ട് ആ സ്റ്റെപ്പ് ഇഷ്ടപ്പെടണമെന്നില്ല. ബട്ട് ആ സ്റ്റെപ്പ് പഠിക്കാനായി നമുക്ക് കുറെ ഹാർഡ് വർക്കിംഗ് ഉണ്ടായിട്ടുണ്ടാവും. സോ നമ്മൾ എപ്പോഴും ഓരോ സ്റ്റെപ്പിനും ഓരോ ഡാൻസേഴ്സിനും ഓരോ എന്ത് കലയിലും ആർട്ടിസ്റ്റോൾ ഏത് ആർട്ടിസ്റ്റോളായാലും നമ്മൾ അവരെപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ താത്തി പറയരുത് നമുക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ കഴിഞ്ഞിരിക്കുക. ഇനി നമുക്ക് ഈ 3 സ്റ്റെപ്പ് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാനും. നമുക്ക് ഓരോ മ്യൂസിക് ഓരോ ബീറ്റ് അനുസരിച്ച് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ബീറ്റ് ഇപ്പോൾ നമുക്ക് വെക്കാൻ പറ്റില്ല, കുറെ കോപ്പിറൈറ്റ് നമുക്ക് വരും. സോ ഞാൻ സ്റ്റെപ്പ് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 3 സ്റ്റെപ്പ് നമ്മൾ ഇന്ന് പഠിച്ച 3 സ്റ്റെപ്പ് എങ്ങനെ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ നമുക്ക് തീർന്നിരിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ബേസിക് സ്റ്റെപ്സ് ആണ്, അത്ര വലിയ സ്റ്റെപ്പ് ഒന്നല്ല ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ.